ദർസിൽ മതപഠനത്തിനെത്തിയ വിഴിഞ്ഞം സ്വദേശി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് വെളിപ്പെടുത്തൽ. ഉസ്താദ് ഉമൈർ അഷറഫിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അജ്മൽ ഖാൻ റിപ്പോർട്ടറിനോട് പറയുന്നു. കൂത്തുപറമ്പിലെ കിനാവയക്കൽ ഈശാത്തുൽ ഉലൂം ദർസിലാണ് സംഭവം നടന്നത്. നമുക്കാദ്യം പ്രതികരണമൊന്ന് കേട്ടുവരാം. മദ്രസ അധ്യാപകന്റെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് ആശുപത്രിയിലായ അജ്മൽ ഖാനാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഈ വർഷം മെയ് മാസം അത് കൂത്തുപറമ്പിലെത്തിയത്. പിന്നെ അത്യാവശ്യം ആദ്യത്തെ കുറച്ച് ദിവസം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്നു. മെയിനായിട്ട് കാരണം ഈ ദർസ് വെച്ച് കുറ്റം പറഞ്ഞതാണ് മെയിൻ വിഷയം. എന്ത് കുറ്റമാണ് പറഞ്ഞത് നിങ്ങൾ? അതായത് ഉസ്താദ് ഭയങ്കര അടിയാണ് എന്ന ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പുറത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ആരോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഉസ്താദ് കമ്പെടുത്ത നീ എൻ്റെ ദർസ് വെച്ച് കുറ്റം പറയില്ലേ, നീ എന്തിനാ, നിനക്ക് ഞാൻ ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അപ്പോൾ നീ ദർസ് കുറ്റം ദർസ് വെച്ച് കുറ്റം പറയാനായി ഇങ്ങനെ ആടെല്ലാം പറഞ്ഞ് അടി തുടങ്ങി. അങ്ങനെ അടിച്ചെല്ലാം ചോറെല്ലാം വന്ന് അവസാന സമയം ഒരു വെള്ളിയാഴ്ച രാത്രി ഇസ്തിരി വിട്ട് വെച്ച് എൻ്റെ മൂലത്ത് പൊള്ളിച്ച് തന്നായിരുന്നു. പക്ഷേ പൊള്ളിച്ച് തന്ന ശേഷം ഉസ്താദ് നിർത്തിയില്ല. ഇനി ആരോടെല്ലാം ദർസ് കുറ്റം പറഞ്ഞു, ഇനി ആരോടെല്ലാം പറയാനുണ്ട്, ഇനി ആരോടെല്ലാം പറഞ്ഞ് പിന്നെ അന്നേരമായിട്ട് വീണ്ടും കുറേ മർദ്ദനം ഉണ്ടായി സംഭവിച്ചു. ഇത്തരത്തിൽ ഈ ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റപ്പോൾ വീട്ടിലൊന്നും വിളിക്കാൻ ശ്രമിച്ചില്ലേ? വീട്ടിൽ ശ്രമിക്കാൻ ഫോൺ ചിലപ്പോൾ തരത്തില്ല. ചില അഥവാ കിട്ടിയാൽ തന്നെ വിളിക്കുന്ന ഫോൺ ചിലപ്പോൾ ഉസ്താദിൻ്റെ ഫോൺ കണക്റ്റഡ് ആയിരിക്കും. അന്ന് രാത്രി പൊള്ളിച്ച ശേഷം അന്ന് രാത്രി ഒരു 3:30 ഇപ്പോൾ അന്ന് കഥമെല്ലാം തുറന്നിടുന്നു. അപ്പം അന്ന് രാത്രി ഞാൻ പെട്ടെന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കേട്ടത് അജ്മൽ ഖാന്റെ ശബ്ദമാണ്. അജ്മൽ ഖാനെ മർദ്ദനത്തിനിരയാക്കിയത് കിനാവയക്കൽ ഈശാ അത്തുൽ ഉലൂം ദർസിലെ ഉസ്താദാണ്. ആ ഉസ്താദ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ്. ഉസ്താദിൻ്റെ പേര് ഉസ്താദ് ഉമൈർ അഷ്റഫി എന്നാണ്. നമുക്കിപ്പം അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഈ ദർസിലാണ് ഈ സംഭവം നടക്കുന്നത്, കൂത്തുപറമ്പിലെ കിനാവയക്കൽ ഈശാ അത്തുൽ ഉലൂം ദർസിൽ. ഈ എന്തുകൊണ്ടാണ് മർദ്ദിച്ചത്? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അഷ്റഫി പറയുന്നതനുസരിച്ച് വളരെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ്. ഈ ഉസ്താദ് ഉമൈർ അഷ്റഫി എന്തുകൊണ്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്? അരുൺ, ഈ വർഷം മെയ് മാസമാണ് വിഴിഞ്ഞം സ്വദേശിയായിട്ടുള്ള അജ്മൽ ഖാൻ കൂത്തുപറമ്പ് കിനാവയ്ക്കൽ ഇശാഅത്തുൽ ഉലൂം ദർസിലേക്ക് എത്തുന്നത്. ഇവർ ഈ താനൂർ സ്വദേശിയായിട്ടുള്ള ഉമേർ അഷ്റഫിയുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വാട്സപ്പ് വഴിയുള്ള ഒരു മത കൂട്ടായ്മ വഴിയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. അജ്മൽ ഖാൻ 23 വയസ്സാണ്. ഈ ഉസ്താദായിട്ടുള്ള ഉമേർ അഷ്റഫിക്ക് 26 വയസ്സുമാണ്. ഇവരിങ്ങനെ പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടാണ് ഇയാളുടെ ദർസിലേക്ക് എത്തുന്നത്. പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ദർസുകളിലാണ് ഈ സാധാരണ മതപഠനം നടത്തുക. മദ്രസകൾക്ക് പുറമെ ദർസുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ദർസുകളായിരിക്കും. ഇവിടെ 8ഓളം വിദ്യാർത്ഥികളായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് അജ്മൽ ഖാൻ പങ്കുവച്ചിട്ടുള്ളത്. പ്രധാനമായും അരുൺ ചോദിച്ചതിനുള്ള ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ 4 മാസക്കാലം നീണ്ട ഒരു പീഡനകാലമായിരുന്നു എന്നുള്ളതാണ് അജ്മൽ ഖാൻ പറയുന്നത്. ഉസ്താദ് പഠിപ്പിക്കുന്നത് മോശമാണെന്നും ഉസ്താദ് വെറുതെ തല്ലുന്നെന്നും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അജ്മൽ ഖാൻ പങ്കുവച്ചത് ഉസ്താദ് അറിഞ്ഞു. അതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പീഡനം അജ്മൽ ഖാൻ നേരിട്ടതെന്നാണ് അദ്ദേഹം നമ്മളോടിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു, അല്ലെങ്കിൽ മർദ്ദനമായിരുന്നു അദ്ദേഹം ഈ കാലയളവിൽ നേരിട്ടത്. ഈ അജ്മൽ ഖാന് ഉമ്മയോ വാപ്പയോ ഒന്നുമില്ല, 2 സഹോദരങ്ങളാണ് ഉള്ളത്. ഈ കഴിഞ്ഞ 4 മാസക്കാലവും ഇദ്ദേഹത്തിൻ്റെ പുറം ഭാഗത്ത് ചൂരലുകൊണ്ട് മർദ്ദിക്കുകയും അതുമാത്രമല്ല ഈ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി തുടയിലും പുറം ഭാഗത്തൊക്കെയും പൊള്ളിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മുഖ്യഭാഗങ്ങളിലടക്കം മുളക് പൊടി പുരട്ടി ഇദ്ദേഹം ഈ അജ്മൽ ഖാനെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സമീപന രീതിയായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചത്. ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പീഡനം. ഒരു ഘട്ടത്തിലും ഇദ്ദേഹത്തിന് വീട്ടിലെ സഹോദരങ്ങളെ വിളിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഫോൺ ഇദ്ദേഹം പിടിച്ചു വെച്ചിരുന്നു. മാത്രമല്ല ഫോണിൽ വിളിച്ചാൽ തന്നെയും ഉസ്താദ് അറിയും എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നു. ഫോണ് ഇദ്ദേഹത്തിൻ്റെ കോളുമായി കണക്ട് ചെയ്തിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അജ്മൽ ഖാൻ പങ്കുവെക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്താണ് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ തുടർന്ന് ഈ ദർസിൽ നിന്നും ഇറങ്ങി ഓടുകയും തൊട്ടടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ പള്ളിയിലുള്ളവരാണ് ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചത്. വാട്സപ്പ് വഴിയുള്ള വിവരമാണ് ശരിക്കും സഹോദരൻ നൗഫലിനെ ലഭിക്കുന്നത്. ഈ ഉസ്താദിനെതിരെ
നിലവിൽ അരുൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വിഴിഞ്ഞം പോലീസ് കേസ് എടുത്തിരിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സാധാരണ ഈ കുറ്റവാളികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി പഴയ തരത്തിൽ ഒരു ചിത്രവധം പോലുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്തരത്തിലായിരുന്നു, ഒരു ചിത്രവധം തന്നെയാണെന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഒരു വലിയ പീഡനം നടന്നപ്പോഴും എന്തുകൊണ്ട് അജ്മൽ ഖാന് ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. പക്ഷേ അദ്ദേഹം കൊല്ലുമെന്നടക്കമുള്ള ഭീഷണിപ്പെടുത്തലുകൾ അജ്മൽ ഖാനെതിരെ ഉണ്ടായിരുന്നു. അത് തന്നെ ആകാം അദ്ദേഹം ഭയപ്പെട്ടത്. ഈ ചുരുങ്ങിയ കാലയളവിൽ 23 വയസ്സേ ഉള്ളൂ അജ്മൽ ഖാന്. ഇതിനിടയിൽ പല ദിവസങ്ങളിലും അദ്ദേഹം പഠിക്കാൻ പോകുമ്പോൾ ശാരീരിക ആരോഗ്യമുള്ള ആളാണോ? ഇല്ല അരുൺ, രണ്ടുപേരും നമുക്ക് രണ്ടുപേരുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ ഏകദേശം ശാരീരികമായിട്ട് ആരോഗ്യമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്തായാലും ഒരു ഉസ്താദ് എന്ന നിലയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ബഹുമാനം സ്വാഭാവികമായിട്ടും അജ്മൽ ഖാൻ ഉണ്ടായിരുന്നു കാണാം. അത് മാത്രമല്ല ഇദ്ദേഹം ഒരു കളരി വിദ്വാനെന്ന് കൂടി അറിയുന്നുണ്ട്. ഈ അജ്മൽ ഖാൻ ഒരു പാവയായിട്ട് ഇദ്ദേഹം പഠിച്ച കളരി അഭ്യാസമെല്ലാം ഇദ്ദേഹത്തിന്റെ ദേഹത്താണ് പ്രയോഗിച്ചതെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ നൗഫൽ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. വളരെയധികം ഭീഷണി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എങ്ങനെയാണ് ഇത്തരം ദർസിൽ തുടരാൻ അനുവദിക്കുക? നാട്ടുകാരാണ് പ്രതികരിക്കേണ്ടത്. ഈ ഉസ്താദിന്റെ പേര് ഒരിക്കൽ കൂടി നമ്മൾ പറയാം. ഉസ്താദ് ഉമൈർ അഷ്റഫിയാണ്. പഠിച്ച കളരി അഭ്യാസമൊക്കെ ഒരു ചെറുപ്പക്കാരന്റെ പുറത്ത്, അജ്മൽ ഖാന്റെ പുറത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷനിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പിലെ കിനാവയക്കിൽ ഇഷ അത്തുൽ ഉലൂം ദർസിലാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.